ഷൈൻ ടോം ചാക്കോനോട് പറയാം, നന്നാവാൻ പറ്റുമെങ്കിൽ നന്നായിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഫീൽഡ് ഔട്ട് ആവും. നിങ്ങൾ വയ്ക്കോ? ഇത് വേണ്ടാത്ത പരിപാടിയാ? പേഴ്സണൽ എന്റെ പേഴ്സണൽ ഫ്രീഡം അല്ലേ മിസ്റ്റർ ICG വൈശാഖ് അല്ലേ? അപ്പൊ വേണ്ടാത്ത പരിപാടിയാണ്. എനിക്ക് വേണ്ടാത്ത പരിപാടി അതെങ്ങനെ? ഞാൻ ചോദിച്ചത് നിങ്ങൾ വെക്കുമോ എന്നാണ്. അത് ഈ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല കേട്ടോ, സത്യം. ഞാൻ കാര്യം പറയാം. ഈ എമ്പുരാൻ ഇറങ്ങിയതിന് ശേഷം BJP എമ്പുരാൻ BJP ശത്രുത കൂടിയാ, ഭീഷണിയൊക്കെ BJP ശത്രു പണ്ടുണ്ട്. എണ്ണം കൂടിയെന്ന് എണ്ണം കൂടിയെന്ന് എണ്ണം കൗണ്ട് കൂടിയെന്ന് രണ്ട് പെണ്ണുള്ള വിചാരമുള്ളല്ലേ ഓണേറെ. സായി ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ടോ? ഞാനോ? ഇല്ലല്ലോ, ഞാൻ പണ്ടൊന്ന് സേന വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട്. സേന വീട്ടിൽ നിന്ന് കല്യാണത്തിന് മുന്നാണോ? ചേട്ടാ ഇതില് അനുഭവിക്കില്ല. അതിലാണല്ലോ പഴയ പഞ്ചിലിട്ടോ ക്വസ്റ്റ്യൻ. അല്ല, ഈ സിനിമയിൽ നടക്കുന്ന സിനിമയിലെ ഭയങ്കര ലഹരിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം എന്താണ് സായിന്റെ അഭിപ്രായം? സായി ഇപ്പൊ ഒരു സിനിമ നടനായിട്ട് വരാൻ പോവാണ്. അപ്പം സിനിമയിലുള്ള ഈ ലഹരി ഉപയോഗം എങ്ങനെയാണ് സായിന്റെ രീതിയിൽ എങ്ങനെയാണ് സായി കാണുന്നത്? സിനിമയിൽ മാത്രമൊന്നുമല്ല, എവിടെ ലഹരി ഉപയോഗമാണെങ്കിലും മോശമായ പ്രവൃത്തിയാണ്. പേഴ്സണലി ചെയ്യാതിരിക്കാൻ അവനവന്റെ ഓപ്ഷനാണ്. ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊന്നും പറയാനില്ല. എനിക്ക് പേഴ്സണലി താല്പര്യം മാറ്റിയെടുക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടതായിരിക്കും? എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ പറ്റില്ലല്ലോ, അവനാന്റെ ഇഷ്ടമല്ലേ മാറാം. ഉപദേശം ഉപദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നന്നാവും. എന്റെ ഉപദേശം കിട്ടി നന്നാവാനാണെന്നുണ്ടെങ്കിൽ മതിയല്ലോ, അത് മതിയല്ലോ. ആരും ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല. സ്വയം നന്നാവാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്നാവും, അത്രേ ഉള്ളൂ. ആരോടെങ്കിലും പേഴ്സണലായിട്ട് പറയണം. ഞാൻ ഷൈൻ ടോം ചാക്കോനോട് പറയാം, നന്നാവാൻ പറ്റുമെങ്കിൽ നന്നായിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഫീൽഡ് ഔട്ട് ആവും. ഡയറക്റ്റ് ആയിട്ട് എന്തിനാ പറയാതിരിക്കേണ്ട ആവശ്യം? ഒരു വട്ടം ഇതേപോലെ കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇതായില്ലേ, 10 വർഷം മുന്നേ. ഈ 10 വർഷം മുന്നത്തെ കേസ് മാത്രമേ ഞങ്ങൾക്ക് അറിയൂ. അയാള് ശരിക്കും ഓൾറെഡി സ്കെച്ച്ഡ് ആണ്. 2024 ഇവിടുന്ന് തന്നെ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള വേറെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളെ പിടിച്ചത് മുതൽ അയാളുടെ വാട്സാപ്പ് ചാറ്റ് മുതലുള്ള ഇവരുടെ ബന്ധങ്ങളിൽ ഫസ്റ്റ് ഉള്ളത് ഷൈൻ ടോം ചാക്കോയാണ്. അതിനുശേഷമാണ് വേറൊരു കോമിക്കൻ്റെ പാലാരിവട്ടം ഏരിയയിൽ നടന്നതിലും ഷൈൻ ടോം ചാക്കോന്റെ പേര് ഇൻവോൾവ് ആയിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടുള്ള എല്ലാ കേസുകളിലും അധികവും പിടിക്കുന്ന സിനിമാക്കാർ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ ആ പേരുണ്ട്. പക്ഷെ അയാള് ഇപ്പൊ വലിയൊരു ആരോപണമാണ്. പല ആൾക്കാരും അത് ആരോപണമല്ലല്ലോ, അതിങ്ങനെ ആരോപണമാകുന്നത്. അതായത് ഇതിന് മറുവശം ചിന്തിക്കുകയാണ്. പേര് പുറത്തു വരുന്നത് ശ്രീനാഥ് വാസിയും ഷൈൻ ടോം ചാക്കോ മാത്രമാണ്. പക്ഷെ പല പ്രമുഖരായ നടന്മാർ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പറയുമ്പോ എല്ലാവരുടെ പേരും പുറത്തു പറയാനുള്ളതാണ്. ഇവർക്ക് ഹോൾഡ് ഇല്ലാത്ത കാരണമാണോ മറ്റുള്ള എന്തോ ഇതില്ലാത്ത കാരണമാണോ ഇവരുടെ പേര് മാത്രം വന്നുകൊണ്ടിരിക്കുന്നത്? അല്ലല്ലോ, ഒരു പ്രതിനെ പിടിച്ചു. ആ പ്രതിനെ പിടിക്കുന്ന സമയത്ത് ആ പ്രതിന്റെ വാട്സാപ്പ് ചാറ്റിലോ ആ പ്രതി പറയുന്ന മൊഴികളിലോ ഉള്ള പേരുകളായിരിക്കും. കായംകുളത്ത് പിടിച്ച ലേഡിയുടെ മൊഴിയിലും ഉണ്ട്, അവരുടെ വാട്സാപ്പ് ചാറ്റിൽ ഒരു രണ്ടുപേരുടെയും പേര് കാണും. അതുകൊണ്ടാണ് പോലീസ് അങ്ങനെ പറയുന്നത്. അല്ലാത്ത പക്ഷെ അവർക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കോമൺ സെൻസ് ആണ്. ഒരു കേസിന് ഒരു പ്രതിനെ പിടിച്ചു, ആ കോമ്പിങ് നടന്ന ആ പ്രതി തന്നെ പറയുന്നു ഇന്ന വ്യക്തികളായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ അവരുടെ പേര് വരുന്നത്. ഈ പറഞ്ഞ പോലെ തുറന്നു പറഞ്ഞത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ലഹരി എന്നുള്ളത്. അതൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ കേസിൽ കൊടുക്കുമെന്ന് ഓൾറെഡി അറിയാവുന്നത് കൊണ്ടാണോ? അതായത് ഡെഫിനറ്റ്ലി അതല്ലേ. ഇവിടുന്ന് പോണ്ടിച്ചേരിയിൽ ഓടിപ്പോയ ആള് 3 ദിവസം അവിടുന്ന് ഭജന ഇരുന്നിട്ട് തിരിച്ചു പോരുന്നില്ലല്ലോ. അയാൾക്ക് പ്രോപ്പറായിട്ട് ക്ലാസ്, രാമപിള്ള വക്കീലല്ലേ, ആ ക്ലാസ് എടുത്തവർക്ക് ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. അങ്ങനെ ക്ലാസ് ഒക്കെ കിട്ടി നല്ല രീതിയിൽ എന്തൊക്കെ മൊഴി അവിടെ കൊടുക്കണമെന്നും ഈ മൊഴി കൊടുത്താൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ പെടും. ഞാൻ കുറച്ച് ആളുകളുടെ പേര് പറയും, ഇന്നെ രക്ഷിക്കുന്നത് നിങ്ങളെ പണിയാണ്. PR എന്ത് PR-ടാ? എന്ത് PR ആയിക്കുള്ളത്? ഷൈൻ ടോം ചാക്കോന്റെ PR പറ. ഈ ഷൈൻ ടോം ചാക്കോക്ക് PR ചെയ്യോ? ഇല്ലല്ലോ, ആരും ചെയ്യില്ല. ആര് ചെയ്യാനാണ്? വീട്ടുകാരുടെ വീട്ടുകാരുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനും അമ്മയാകുമ്പോ ആരുടെ അച്ഛനമ്മമാരാണെന്നുണ്ടെങ്കിൽ മക്കളെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ അതിലും കൂടുതൽ നോക്കുന്നില്ല. അനിയന്റെ പ്രതികരണം കണ്ടിട്ടാണ് എനിക്ക് അതിലേറെതായത്. ആകെ അയാളെ പിടിച്ചാകത്തോടാണ്, ഇല്ലെങ്കിൽ ആ ദിവസം അയാളെ പൊക്കിയാകത്തോട്ടുണ്ട്. ഇത് ഈ ഷൈൻ്റെ കേസ് ആദ്യം ഒരു സിനിമയിൽ വന്നു കൊണ്ട് തന്നെ തുടങ്ങിയിട്ടാണ് ഈ ലഹരി റിലേറ്റഡ് ആയിട്ടുള്ളത്. അത് എന്നിട്ടും കണ്ടിന്യൂസ് ചെയ്തിട്ട് പല പടങ്ങളിലും ഇതുപോലത്തുള്ള ഇമിറ്റേഷൻസ് അതുപോലെ നല്ല നല്ല സിനിമകളെ കാസ്റ്റ് ചെയ്യുന്നു.
എന്നിട്ടും പറയുന്നു ലഹരി ഉപയോഗിക്കുന്നില്ല, കേസുകൾ വരുന്നു. എന്നിട്ടും ഈ ഷൈൻ എന്തുകൊണ്ടാണ് ഇത്ര സിനിമകളിൽ ചാൻസ് കിട്ടുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്? സിനിമയില് ഇപ്പോ IC ഒക്കെ വന്നതിന് ശേഷം കൃത്യമായ നിയമമുണ്ട്. പേര് പറഞ്ഞ ഒരാൾക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് മുന്നോട്ടുള്ള ജോലി ലേശം കഠിനമായിരിക്കും. ഷൈനെതിരെ ഇപ്പോഴാണ് ഒരു കേസ് പോയതല്ലേ? വേറെ നടന്മാർക്കെതിരെ ആർക്കെങ്കിലും ഇതുപോലൊരു കേസ് പോയതായിട്ട് നമ്മൾ അറിവിലുണ്ടോ? ഇല്ലല്ലോ. സിസ്റ്റമാറ്റിക് ആയിട്ടല്ലേ കാര്യങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു പോലീസ് കേസാണ്, എന്നാലേ നടക്കൂ. അല്ലാത്ത പക്ഷെ നമ്മളെ മുന്നിൽ തന്നെ എക്സാമ്പിൾ ഇല്ല. പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടിട്ട് അത് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്ക് ഇപ്പം കൈകാത്ത സിനിമകളുണ്ട്. അയാൾ ലൈനിലേക്ക് വരുന്നില്ല. നമ്മളൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അയാൾ വന്ന് നിൽക്കാറില്ല. നമ്മളൊക്കെ ഇടപഴകാറില്ല. കേസും കാര്യങ്ങളും അതിന്റെ ഫ്രീക്വൻസിയിലല്ല പോകുന്നത് എന്നുണ്ടെങ്കിൽ കാലം വൈകി പോയി കഴിഞ്ഞാൽ എല്ലാവരും മറന്നു തുടങ്ങും. അഖിൽമാരാർ ഇന്നലെ പറയണ്ടേ ഇപ്പൊ ഒരു ഈ ഷൈൻ ടോമിന് പിറകെ നമ്മൾ ഓടിയിട്ട് കാര്യമൊന്നുമില്ല. ഷൈൻ ടോമിന് ആരാണ് കൊടുക്കുന്നത്, എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇതൊക്കെ വ്യക്തമായിട്ട് വേരോടുകൂടി ഈ സിനിമ മേഖലയിലുള്ള ലഹരി ഉപയോഗം ഇതിനേക്കാൾ കൂടുതൽ സിനിമാ മേഖലയായിട്ട് അറിയുന്നതും പരിചയമുള്ളതും സിനിമയിലെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതും അഖിൽമാരാറാണ്. അങ്ങനെ ഒരു പേര് അഖിൽമാരാർക്ക് അറിയുന്നുണ്ടെങ്കിൽ അഖിൽമാരാർ ആദ്യം അത് പറയണം. എന്നിട്ട് ഷൈൻ ടോം ചാക്കോയോട് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ അഖിലിനോടൊക്കെ ആ കാര്യത്തിലൊക്കെ വിയോജിപ്പുള്ളത്, അഖിൽമാരാർക്ക് ഈ ലോകത്തിന്റെ ഈ സൂര്യന്റെ കീഴിലുള്ള എല്ലാ പരിപാടിനെ കുറിച്ചിട്ടും അറിയാം. സിനിമാക്കാരനായിട്ടിരുന്നുകൊണ്ട് സിനിമ സെറ്റിൽ ആരൊക്കെ അത് കൊണ്ടുവരുന്നു, ആരിലൊക്കെ എത്തുന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ അഖിൽമാരാർക്ക് അറിയാം. അഖിൽമാരാർ അത് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അഖിൽമാരാർ അത് പറയാൻ റെഡിയല്ല. പിന്നെ ബാക്കിയുള്ളൊരു അന്വേഷണം കണ്ടുപിടിച്ചോട്ടെ എന്ന് പറയുമ്പോൾ പറയാൻ റെഡിയായിട്ട് ആളുകൾ വരണം. ഞാനതാണ് പറയുന്നത്. അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ റെഡിയാവണം. ആരും പറയാൻ റെഡിയാവുന്നില്ല. എന്തുകൊണ്ട്? വർക്ക് കിട്ടില്ല, ഈ മേഖലയിൽ നിൽക്കാൻ പറ്റില്ല. അതിന്റെ പേടിയാണ്. നിരന്തരം ന്യൂസ് ചാനലിൽ ഇങ്ങനെ വരുന്ന ഇത്തരം വാർത്തകൾ സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റം ഒരു മാറ്റം ഉണ്ടല്ലോ. ന്യൂസ് വന്നൊരു കാര്യമല്ലോ, ഫോളോ അപ്പ് ഇല്ലല്ലോ. ഒരു ന്യൂസ് നിങ്ങൾ ആലോചിക്കും, ബ്രേക്കിംഗ് വരും, അതിന്റെ ഫോളോ അപ്പ് നമ്മൾ നോക്കാറുണ്ടോ? ഇല്ല. ഫോളോ അപ്പ് അവർ ഇടാറുമില്ല, നമ്മൾ ആരും കാണാറുമില്ല. ബ്രേക്കിംഗ് വന്നിട്ട് പോകുന്നല്ലാതെ അതിന്റെ വാട്സ് നെക്സ്റ്റ് നമ്മൾ അറിയാറില്ല. ഈ സായി വാർത്തകൾ, അതായത് സാറ്റലൈറ്റ് വിടുന്ന വാർത്തകളിൽ ജെന്യൂനിറ്റി ഉണ്ടോ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതായത് നമ്മളുടെ ഒരു എന്താ പറയാ, നമ്മൾ അനുസരിച്ചിരിക്കും. നമുക്ക് ഒരു ന്യൂസ് കണ്ടാൽ അത് തിരിച്ചറിയാനുള്ള കുറച്ചൊരു അന്തബോധം വേണം. എന്താണ് ജെന്യൂൻ, എന്താ ജെന്യൂൻ അല്ലാത്തതെന്നുള്ളത്. അല്ലാത്ത പക്ഷം നമ്മൾ സൊസൈറ്റിയിൽ ഇനി മുതൽ ജീവിച്ചിട്ട് കാര്യമില്ല. പല ന്യൂസുകളും ഇപ്പൊ പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ന്യൂസിന് എന്തിനാ ബ്രേക്കിംഗ് ന്യൂസിന് മറ്റേ BGM ഇട്ട് കയറ്റണേന്നുള്ളത്. BGM കേട്ടിട്ട് അവർക്ക് സത്യം വിചാരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾക്കൊരു ബോധം വേണം നമ്മൾ ചുറ്റുപാട് എന്താ നടക്കണെന്നുള്ളത്. അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഏതാണ് ജെന്യൂൻ അല്ലെങ്കിൽ ജെന്യൂൻ അല്ലാത്തത്. മിസ്ലീഡിംഗ് ആയിട്ട് ഒരുപാട് വരുന്നുണ്ട്. എല്ലാം സത്യമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോ ഇത്രയും കാലങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ ലഹരി വിമുക്താക്കണമെങ്കിൽ ഇത് ലീഗലൈസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതിനോട് എന്താ പറയുക, കേട്ടിട്ടുണ്ടാവും, അദ്ദേഹം കുറെ കാലമായിട്ട് പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ അതിനോട് എന്താ പറയുക, ലഹരി അതായത് ഈ MDMA കഞ്ചാവ് എന്ന് പറഞ്ഞ ലഹരി കൂടിയ ലഹരികള് സുലഭമാക്കുകയാണെങ്കിൽ ഇത് ഈ മാറും, നോർമലൈസ് ആവും. മദ്യം സുലഭമായിട്ട് അപകടങ്ങൾ നടക്കുന്നില്ലേ? ഉണ്ടോ? സിഗരറ്റ് സുലഭമായിട്ട് അപകടങ്ങൾ നടക്കുന്നുണ്ട്. ഇത് സുലഭമാക്കിയാലും നടക്കാൻ പോകുന്നതൊക്കെ തന്നെയാണ്. ഇതിലെന്തൊരു മാറ്റം വരും? മൈത്രേൻ ഈ ലഹരിയെ ടൂ വീലറുമായിട്ട് കമ്പയർ ചെയ്തായിരുന്നു. ടൂ വീലർ ഓടിക്കുന്ന പോലെ നിയന്ത്രിതമായിട്ട് ലഹരി വിതരണം ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അതിനോട് യോജിക്കുന്നുണ്ടോ? അയാൾ പറയുന്ന ലോജിക്ക് അല്ലെങ്കിൽ ഏത് സെൻസാന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അതായത് ഇത് കുറച്ചായിട്ട് ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോ നമ്മൾ പറയില്ലേ, ഇവിടെ പല രീതിയിലുള്ള സ്ത്രീകൾക്ക് ഇതിൽ അക്രമം നടക്കുന്നുണ്ട്, ബ്രോത്തൽസ് വന്നു കഴിഞ്ഞാൽ കുറെ മാറ്റം ഉണ്ടാവും നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അതുപോലെ നമുക്ക് ആ പറഞ്ഞത് അങ്ങനെ എടുത്ത് ഡൈജസ്റ്റ് ചെയ്യാൻ എനിക്ക് പേഴ്സണലി പറ്റുന്നില്ല. ബിക്കോസ് ഞാൻ ലഹരി ഒന്നും ഉപയോഗിക്കാത്തൊരു മനുഷ്യൻ. സോ എന്റെ മുന്നിൽ ഈ മദ്യശാല തുടങ്ങി വെച്ച പോലെ ഇപ്പൊ നമ്മള് തായ്ലാൻഡിലും പട്ടായിലൊക്കെ ഞാൻ പോയ സമയത്തൊക്കെ കണ്ടത് അവരൊക്കെ ഈ സാധനം റോട്ടുമൊക്കെ ഇട്ട് വിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണ് അങ്ങനത്തെ ഒരു അവസ്ഥ എന്നുണ്ടെങ്കിൽ അത് കൈവിട്ട് പോകുന്ന രീതിയിലേക്ക് പോകും. മൈത്രേൻ പറയുന്ന ഏറ്റവും അപകടകരമായ കണ്ടുപിടുത്തമാണ് ടൂ വീലർ എന്ന് പറയുന്നത്. അപ്പം അത് മനുഷ്യർ ഉപയോഗിക്കുന്നുണ്ട്. അത് പക്ഷെ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചാൽ മരിച്ച ആൾക്കാരുടെ എണ്ണല്ലേ കൂടുതൽ അല്ലേ? തോക്കുകൊണ്ട് വെടികൊണ്ട ആൾക്കാരുടെ എണ്ണമാണ് അവിടെ കൂടുതൽ അല്ലല്ലോ. തോക്ക് വേണ്ടല്ലേ? അതൊക്കെ ആ ലോജിക്കാണ്. അല്ലാതെ അതിലൊന്നും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അയാളുടെ ലോജിക്കാണ്. തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല അയാൾക്ക് ഉത്തരം ഉണ്ടാവും. ഞാൻ ടു ബി ഓണസ്റ്റ് പറയാം, ഈ പറഞ്ഞ നമ്മുടെ ചിപ്സ് കഴിച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ട് എത്രയോ പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. തോക്കിന് അത്രത്തോളം പ്രശ്നമുണ്ട്. അത് വെച്ചിട്ട് തോക്ക് ലീഗലാക്കാൻ പറ്റും. എല്ലാവർക്കും കിട്ടുന്ന ലഹരിയുടെ ഉപയോഗം, അതായത് അത് ഉണ്ടെങ്കിൽ അഭിനയിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ആരും
പറയുന്നുണ്ട്. ആരാ പറഞ്ഞേ? അത് പറയുന്നുണ്ട്. ആരാ പറഞ്ഞേ? അനക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് പറ. അത് ചില ആളുകൾ പറയുന്നുണ്ട്. ചില ആളുകൾ ആരാന്ന് പറ. ശ്രീനാഥ് ബാസി പോലെയുള്ള ആളുകളാണ് പറയുന്നത്. ഓലെയുള്ളതല്ല, ശ്രീനാഥ് ബാസി ആണോ പറഞ്ഞത്? ആരോടാ പറഞ്ഞത്? അത് ഉണ്ടെങ്കിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. ആരോടാ പറഞ്ഞത്? ഡയറക്ടർ എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. ശ്രീനാഥ് ബാസി ഡയറക്ടർ എടുത്തോ? അല്ല, ഡയറക്ടർ ഇല്ലാത്ത സമയത്ത് അയാളുടെ അവിടെ ഉണ്ടായിരുന്ന സെറ്റിൽ ഒരാളുടെ അടുത്ത് ലഹരി ആവശ്യപ്പെട്ടു എന്നാ പറഞ്ഞു അല്ലേ? ഡയറക്റ്റ് ആണോ പറഞ്ഞത്? പിന്നെ എടാ ഇതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. ഇപ്പൊ ഡയറക്റ്റ് ഡീൽ നടക്കുന്നുണ്ടാവാം. ഈ സിനിമയിലേക്ക് ലഹരി വരുന്നതിന്റെ ഡയറക്റ്റ് ഡീൽ എങ്ങനെയാ വരുന്നത്? സിനിമാ സെറ്റിലുള്ള ഏറ്റവും താഴെക്കടയിൽ ജോലി ചെയ്യുന്ന ആളുകളെ യൂസ് ചെയ്തിട്ടാണ് ഒരു പെഡ്ലിംഗ് നടത്തുന്നത്. അവരിലൂടെ 2, 3, 4 കൈ പറഞ്ഞിട്ടാണ് ഒരു ആക്ടറിന്റെ ആക്ട്രസിന്റെ ഒരു ചീഫ് ടെക്നീഷ്യന്റെ കയ്യിൽ ലഹരി എത്തുന്നത്. പിടിക്കപ്പെടുമ്പോൾ ആരാ പിടിക്കപ്പെടുന്നത്? ഏതെങ്കിലും സെറ്റിൽ ലൈറ്റ് ബോയോ ചായ കൊടുക്കുന്ന ഒരാളോ അങ്ങനത്തെ ആളുകളെ പിടിക്കപ്പെടുന്നുള്ളൂ. കാരണം അവരിൽ നിൽക്കും, അവര് പേടിച്ചിട്ട് പുറത്ത് പറയൂല. അല്ലാതെ ഏതെങ്കിലും ആരെങ്കിലും ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഈ ഷൈൻ ടോമും മറ്റൊരു ലൈസൻസ് IP പറഞ്ഞ നാട്ടിൽ കൊടുത്തൊരവസ്ഥയിലാണ്. അവർ ചിലപ്പോൾ നേരിട്ട് ഡീൽ ചെയ്യുന്നുണ്ടാവും. അല്ലാതെ ഏതെങ്കിലും ഒരു നടനോ നടിയോ ഒരു ഡയറക്ടറോ ഒരു ചീഫ് ടെക്നീഷ്യനോ ഒരു ലഹരി സംഘവുമായിട്ട് ഡയറക്റ്റ് ഡീൽ ഉണ്ടാവും എന്നുള്ളത് അവർ മെയിൻറ്റെയിൻ ചെയ്യും. അവർ എത്ര പൊട്ടന്മാരും മണ്ടന്മാരോ അല്ല. ഇതിലൊക്കെ പെടുന്നതും അല്ലെങ്കിൽ പെട്ടിട്ടുള്ളതും ഒക്കെ ആയിട്ട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് എത്ര സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കൂടി അവരാരെങ്കിലും ഏതെങ്കിലും ഒരു നടന്റെ നടിയുടെ പേര് പറഞ്ഞു? അല്ല, സായി വിശ്വസിക്കുന്നുണ്ട് പല ഈ മലയാളത്തിലെ പ്രമുഖർ ഇതിൽ പിന്നിലുണ്ട്, ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ ഇതിലുണ്ട്. ഞാൻ ആരെയും കണ്ടിട്ടില്ല ഉപയോഗിക്കുന്നതായിട്ട്. എന്റെ അറിവിലേക്ക് വേറെ ആളുകൾ പറഞ്ഞു തന്ന ഇൻഫർമേഷനേ ഉള്ളൂ. എനിക്ക് അതൊരു പൊതുവേദിയിൽ പറയാൻ പറ്റും. സിമ്പിളാണ്. ഇപ്പൊ ഈ ബ്രോ പറഞ്ഞില്ലേ ഒറ്റയടിക്ക് ശ്രീനാഥ് ബാസി ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ നമുക്ക് ബ്ലഫായിട്ടൊരു കാര്യം പറയാൻ പറ്റില്ല. പലരും ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ആര് എന്ത് എന്നുള്ളതൊന്നും നമുക്ക് നമ്മളുടെ ഒരു പ്രൂഫോ കാര്യങ്ങളോ നമ്മളെ കണ്ണു മുന്നിൽ നടക്കാതെ നമ്മളങ്ങനെ പറയും. അല്ലെങ്കിൽ പിന്നെ ശ്രീനാഥ് ബാസിനെയൊക്കെ പിടിച്ച പോലെ അല്ലെങ്കിൽ ഇപ്പൊ ഷൈൻ ടോം ചാക്കാനെ പിടിച്ച പോലെ നഖവും മുടിയൊക്കെ ആയിട്ട് പിടിക്കണം എന്നാ നടക്കും. അല്ലാത്ത പക്ഷെ എങ്ങനെ പറയാൻ പറ്റും? ഇതുപോലെ ലഹരിക്ക് ഉപയോഗിച്ച് നാളെ എന്നെ ശാന്തിയുള്ള ദിനേശ് എന്ന് പറയും. ഞാനോ പറഞ്ഞു ഈ ഷൈനെ പോലുള്ള അല്ലെങ്കിൽ മറ്റു നടന്മാരൊക്കെ പോലെ ഈ ലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതിന്റെ ആസ്പദമായി ശിക്ഷിക്കപ്പെടുന്ന കേസ് വരുന്നത് ഇവരൊക്കെ ഇനി വരുന്ന സിനിമകളിൽ അഭിനയിപ്പിക്കുന്നത് എന്താണ്? അല്ല, ഞാൻ ഈ അൻസിബ പറഞ്ഞതിനോട് അൻസിബയ്ക്ക് ഭയങ്കര ക്രിറ്റിസിസം വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി അൻസിബ പറഞ്ഞതിനോട് ഒരു പരിധി വരെ യോജിക്കുന്നു. കാരണം അവർക്ക് ഒരു ചാൻസ് കൊടുക്കണം. കാരണം അവിടെ കള്ളനും കൊലപാതകനും പീഡകനും വരെ ചാൻസ് കിട്ടുന്നുണ്ട് അല്ലേ? ഇവർക്കൊരു ചാൻസ് കൊടുക്കണം സൊസൈറ്റി. വേണ്ടാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ചാൻസ് കൊടുക്കുമ്പോൾ അത് കൃത്യമായി മോഡറേറ്റ് ചെയ്യാൻ പറ്റും. AMMA അസോസിയേഷന് അങ്ങനെ ഒരു ചാൻസ് അവരുടെ ഒരു അംഗത്തിന് കൊടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റണം. അത് ട്രാക്ക് ചെയ്യാൻ പറ്റും, അത് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതിനുശേഷം അവർ ഓക്കെ ആയതിനു ശേഷം അവർ അഭിനയിപ്പിച്ചോ, കുഴപ്പമില്ല. കാരണം എല്ലാം ടാലന്റഡ് ആയിട്ടുള്ള ആളുകളല്ലേ, ടാലന്റ് വേസ്റ്റ് ആയി പോകാൻ പാടില്ല. പക്ഷെ അത് ചെയ്യാൻ പറ്റണം. അത് വാക്കിൽ മാത്രം ഒതുങ്ങി പോകരുത്. ഇപ്പൊ സായിന്റെ പുതിയ പടം വരാണ്, പടം ചെയ്യാൻ പോവാണ് സായി ഒരു ടീമായിട്ട്. കിക്കിന്റെ ഒരു പടം വരുന്നുണ്ട്. അപ്പൊ ഈ ലഹരി, ഈ കിക്കിന്റെ ഈ പടത്തിൽ ലഹരി ഉപയോഗിക്കില്ല അല്ലെങ്കിൽ ലഹരിയുള്ള ആൾക്കാരെങ്ങനെ ഈ സിനിമയിലേക്ക് അഭിനയിപ്പിക്കില്ല, അങ്ങനെ എന്തെങ്കിലും ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം? ആരായി ലഹരി ഉപയോഗിക്കും നമുക്ക് പറയാൻ പറ്റും. ഇല്ല മുന്നിൽ ഈ ക്യാമറയും പിടിച്ച് നിങ്ങൾ ആരെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. പറയാൻ പറ്റും? നിങ്ങൾ പറ. ഇല്ല, എങ്ങനെ പറയാൻ പറ്റും? സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഷൈൻ ടോമിന്റെ മൊഴിയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരുപാട് പ്രമുഖ നടന്മാർ കൊടുക്കുന്നു പറയുന്നുണ്ടല്ലോ, പെടുന്നുള്ളത്. അപ്പൊ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? ആണ് പേര് പറഞ്ഞു. പേര് ഇപ്പൊ ഷൈൻ ടോം പറഞ്ഞിട്ടില്ലല്ലോ. ഷൈൻ ടോം പറഞ്ഞോ നമുക്കറിയൂ. അല്ല, നമുക്ക് ആ ചോദ്യം പേര് പറഞ്ഞോ ഇല്ലേ എന്നുള്ളത് പേര് പറഞ്ഞോ ഇല്ലേ എന്നുള്ള കുറിച്ച് നമുക്ക് ക്ലാരിറ്റി ഇല്ല. മൊഴി കൊടുത്തത് പോലീസിനാണ്. മൊഴികളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? പ്രമുഖ വ്യക്തി അല്ലെങ്കിൽ സിനിമ ഫാമിലിയിൽപ്പെട്ട ആരോ എന്നാണ് പറഞ്ഞത്. അത് ആരാന്നുള്ളത് അവരും പുറത്തു വിട്ടിട്ടില്ല. ഷൈൻ ടോം പറഞ്ഞോ ഇല്ലെന്ന് നമ്മളെ കുറിച്ച് അറിയൂ. ഷൈൻ ടോം അവരോട് പറയുകയാണെങ്കിൽ അത് ആ വാർത്ത പുറത്തു വരും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പല്ലേ? ഉറപ്പായിട്ടും വരും. ഉറപ്പായിട്ടും വരും. നിയമത്തിന് ആ നടന്മാർ ഇവിടെ ആരും അറിയരുത് എന്ന് പറഞ്ഞു കൊടുത്ത കംപ്ലൈന്റ് പുറത്ത് വന്നിട്ട് വന്നോ? അത് ഷൈൻ ടോം ആയതുകൊണ്ടാണ്. ഏറ്റവും വലിയ കേസിൽ ഒളിക്യാമറ എന്ന് പറയുന്ന നാടകം ഇവിടെ നടന്നോ? അപ്പൊ പുറത്ത് വരില്ല എന്ന് തോന്നുന്നുണ്ടോ? ചുമ്മാ പുറത്തു വരും അതൊക്കെ. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് പോവുക. അതായത് ഷായി അഭിനയിക്കുന്ന സെറ്റിൽ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടാൽ ഷായി എങ്ങനെ പ്രതികരിക്കും? ഞങ്ങളൊരു സിനിമ എടുക്കുകയാണെങ്കിൽ അവിടെ IC കാണും. നമ്മൾ നേരിട്ട് പോയിട്ട് അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ സൂപ്പർമാനൊന്നും അല്ലല്ലോ. IC കാണും. കംപ്ലൈന്റ് വന്നാൽ നേരെ IC-യിലാണ് പോവുക അല്ലേ? അങ്ങനെ ഒരാളുടെ പേരിലൊരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ നേരെ IC-യിൽ കംപ്ലൈന്റ് കൊടുക്കുക, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. അതാ. അല്ലാതെ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ആരെയും അടുപ്പിക്കില്ല, ആരെയും നമ്മൾ ഉൾക്കൊള്ളിക്കില്ല, നമുക്ക് പറയാൻ പറ്റും. വേണമെങ്കിൽ ലഹരി ടെസ്റ്റ് ചെയ്തവരെ മാത്രമാണെങ്കിൽ നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ഒരു ഓപ്ഷൻ വയ്ക്കാം.
അപ്പൊ ആ ടൈമിൽ ഞങ്ങൾ ആലോചിച്ച് ചിന്തിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, KIC എന്ന് പറഞ്ഞ സംഘടനയാണ്. സോ എനിക്കൊരു ഒറ്റയ്ക്ക് ഒരു തീരുമാനം ഇപ്പോൾ പബ്ലിക്കിൽ വന്നിട്ട് അതിന് പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ലഹരിക്കെതിരാണ്. നമ്മുടെ സെറ്റിലും നമ്മുടെ സിനിമയിലും ലഹരി ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട ആരെയും അടുപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിയും ഞങ്ങൾ എടുത്തിരിക്കും. സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെ ഞങ്ങൾ ആ ഒരു ഫോർമാറ്റിൽ അല്ല, സെറ്റിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണോ അതാ ആ വ്യക്തി ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്നാണോ പറയുന്നത്? ഞങ്ങളുടെ സിനിമയ്ക്കോ ഞങ്ങളുടെ സിനിമ സെറ്റിലോ ഒരു പ്രശ്നം വരുന്ന രീതിയിൽ ലഹരി ഉപയോഗിക്കുന്ന ആരും ഞങ്ങൾ അടുപ്പിക്കില്ല. അതിന് പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കുന്നതാണെങ്കിലും സെറ്റിൽ ഉപയോഗിക്കുന്ന ഏതൊരുത്തനാണെന്നുണ്ടെങ്കിലും ഒരുത്തനോ ആരാണെങ്കിലും. അല്ല, പേഴ്സണൽ ലൈഫ് പേഴ്സണൽ ലൈഫിൽ ഇപ്പൊ ഞാൻ പറയട്ടെ, പേഴ്സണൽ ലൈഫിൽ ഒരാൾ റൂമിൽ ഇരുന്ന് രാവിലെ അടിച്ചു, വൈകുന്നേരം സെറ്റിൽ വന്നിട്ട് വേറെ പരിപാടി കാണിച്ചു. അല്ല, സെറ്റിലേക്ക് പ്രശ്നം വരുമ്പോ അത് ഓക്കെ. പേഴ്സണൽ ലൈഫ് വേറെ. പേഴ്സണൽ ലൈഫിൽ ആരോ എന്തോ ചെയ്തിട്ട് പോകട്ടെ, അവരുടെ താല്പര്യം. സെറ്റിലേക്കോ അവിടെ ഉള്ള ബാക്കി പരിപാടികളിലേക്കോ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്ന ഓക്കെ. അത് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ നടപടി എടുക്കും.